ഡോക്ടർ ഗ്ലോറിയ പോളോയ്ക്കുണ്ടായ മരണത്തിനടുത്ത അനുഭവം ആണ് അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇവിടെ വിവരിക്കുന്നത്. ഗ്ലോറിയയ്ക്ക് ഇടിമിന്നലേറ്റ സമയത്തുണ്ടായ ചില അനുഭവങ്ങൾ ഇപ്രകാരം വർണ്ണിക്കുന്നു. ആ സമയത്ത് താൻ അതിമനോഹരമായ ഒരു വെളുത്ത പ്രകാശവലയത്തിലേക്ക് കടന്നു പോവുകയും ലോകത്തിലുള്ളതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലോകത്തിലുള്ള ഒന്നിനും ഒരു മനോഹാരിതയില്ലാത്തതായി അനുഭവപ്പെടുകയും ചെയ്തു. താൻ അനുഭവിച്ച സന്തോഷവും സമാധാനവും വർണ്ണിക്കുവാൻ താൻ അപര്യാപ്തയാണെന്നും അവൾ പറഞ്ഞു. മരണത്തെ ഒരു ശിക്ഷയായിട്ടാണ് പലരും കാണുന്നത്. താൻ അപ്പോൾ ദർശിച്ച പ്രകാശത്തെ സ്വർഗീയ പിതാവിൻ്റെ ഒരു ആലിംഗനമായി അവൾ കാണുന്നു. ആ നിമിഷം നിത്യമായ ഒരു സന്തോഷം അവൾക്കുണ്ടായി. അവളുടെ കത്തിക്കരിഞ്ഞ ശരീരം ഒരു റബ്ബർ കഷ്ണം കുതിച്ചു ചാടുന്നത് പോലെ അനുഭവപ്പെട്ടു. തൻ്റെ അനന്തരവൻ്റെ ശരീരം കത്തിക്കരിഞ്ഞ് ഭൂമിയിൽ കിടക്കുന്നത് അവൾക്ക് കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ അവൾ സമയത്തിനും കാലത്തിനും അതീതയായിരുന്നു. അവിടെ നിന്നപ്പോൾ എല്ലാവരുടെയും പാപാവസ്ഥകൾ അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. വെളിച്ചത്തിലൂടെ കടന്നുപോയപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ട സ്നേഹാനുഭവം അവളിലൂടെ കരകവിഞ്ഞ് ഒഴുകുവാൻ തുടങ്ങി. താൻ കണ്ടുമുട്ടിയ സകല മനുഷ്യരെയും അവൾ ആശ്ലേഷിച്ചു. അതിനുശേഷം എല്ലാവരും ഇവിടെയുള്ള സ്നേഹാനുഭവം അനുഭവിക്കുവാൻ അവൾ ആഗ്രഹിച്ചത് മൂലമാണ്. പക്ഷേ 9 വയസ്സ് പ്രായമുള്ള മൂത്ത പെൺകുട്ടി ഡോളി മാത്രമാണ് ഈ ആശ്ലേഷം അനുഭവിക്കാൻ സാധിച്ചത്. തൻ്റെ കത്തിക്കരിഞ്ഞ ശരീരം ഭൂമിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ജീവിതകാലത്ത് താൻ തീരെ ശ്രദ്ധിക്കാതിരുന്ന തൻ്റെ മക്കൾ ഇത് കാണുമ്പോൾ എന്തു പറയുമെന്നുള്ള ചിന്ത അവളിലേക്ക് കടന്നു വന്നു. അക്കാലത്ത് അതിരാവിലെ വീട്ടിൽ നിന്നും പുറപ്പെടുന്ന അവൾ വളരെ രാത്രിയായ ശേഷമാണ് മടങ്ങി വരുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് അവൾ മക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ കണ്ടെത്തിയിരുന്നത്. ജീവരക്ഷാ പദ്ധതി ലൈഫ് ഇൻഷുറൻസ് ചേർന്നിരുന്നതിനാൽ താൻ അവരുടെ സംരക്ഷണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരുന്നതായി അവൾ കരുതിയിരുന്നു. അതുമൂലം അവരുടെ വിദ്യാഭ്യാസത്തിനും മറ്റും തടസ്സം ഉണ്ടാവുകയില്ല എന്നും അവൾ ആശ്വസിച്ചിരുന്നു. സ്നേഹവലയത്തിലൂടെ ഉയരങ്ങളിലേക്ക് കടക്കുമ്പോൾ മരിച്ചുപോയ തൻ്റെ മാതാപിതാക്കളെയും പൂർവികരെയും അനേകം ബന്ധുക്കളെയും അവൾക്ക് കാണുവാൻ സാധിച്ചു. പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു അവൾ. 100 വയസ്സിന് മുകളിൽ മരിച്ച തൻ്റെ മുത്തശ്ശിയെ അവിടെ കണ്ടപ്പോൾ പുനർജന്മം എന്ന ആശയം തന്നെ തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലായി. മരിച്ചുപോയ തൻ്റെ അനന്തരവനായ ദന്ത ഡോക്ടറെയും അവിടെ കാണുവാൻ കഴിഞ്ഞു. ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും അവൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ അവളുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറിപ്പോയിരിക്കുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയപ്പോൾ ഒരു മനോഹരമായ തടാകം കാണുവാനിടയായി. അവിടുത്തെ വൃക്ഷങ്ങൾ എല്ലാം അതിമനോഹരങ്ങളായിരുന്നു. അതുപോലെ പുഷ്പങ്ങളും അവയുടെ വർണ്ണങ്ങളും സുഗന്ധങ്ങളുമെല്ലാം ഭൂമിയിലുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. അവിടെ നിലനിന്നിരുന്നത് സ്നേഹവും സമാധാനവും മാത്രമായിരുന്നു. മനോഹരമായ പൂന്തോട്ടത്തിൽ അതിമനോഹരമായ 2 വൃക്ഷങ്ങൾ അവൾക്ക് കാണുവാൻ സാധിച്ചു. അവിടുത്തെ പൂന്തോട്ടത്തിലേക്ക് തൻ്റെ അനന്തരവൻ കയറുന്നതായും കണ്ടു. അതിനുള്ളിൽ കടക്കുവാൻ സാധിക്കുകയില്ലെന്ന് അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആദ്യത്തെ മടക്കയാത്ര. അപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ കരച്ചിൽ അവൾക്ക് കേൾക്കുവാൻ സാധിച്ചു. അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും മടങ്ങി വരുവാൻ അദ്ദേഹം യാചിക്കുകയായിരുന്നു. എന്നാൽ അവിടെ താൻ അനുഭവിച്ച സമാധാനവും സന്തോഷവും ഉള്ള അവസ്ഥയിൽ നിന്നും മടങ്ങി വരുവാൻ അവൾ മടിച്ചെങ്കിലും ദൈവം അവളെ അവിടെ തുടരുവാൻ അനുവദിക്കാതെ മടക്കി ശരീരത്തിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ആത്മഹത്യ ചെയ്തവരൊഴികെ എല്ലാവരും മരിക്കുമ്പോൾ ഈ പ്രകാശം ലഭിക്കുകയും അതിലൂടെ സ്വർഗീയ പിതാവിൻ്റെ ആലിംഗനം അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മരിക്കുമ്പോൾ പ്രകാശത്തിലൂടെ കടന്നു പോകുന്നതായും സ്നേഹവും സമാധാനവും അനുഭവിക്കുന്നതായും പറയപ്പെടുന്നത്. ഇതുവഴി സ്വർഗീയ പിതാവ് തൻ്റെ മക്കളോടുള്ള സ്നേഹം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ നാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നോട് ചേർന്ന് നിന്ന് ജീവിക്കുവാൻ ആരെയും നിർബന്ധിക്കുകയോ അതിനായി ബലം പ്രയോഗിക്കുകയോ ഇല്ല. ഇവിടെ ജീവിക്കുമ്പോൾ ദൈവത്തിൽ നിന്നാകുന്നതാണ് നാം ജീവിക്കുന്നതെങ്കിൽ നിത്യതയിൽ തന്നോടൊപ്പം ചെലവഴിക്കാൻ ദൈവം നിർബന്ധിക്കുകയില്ല. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നാഷണൽ ഹോസ്പിറ്റലിൽ വെച്ച് തൻ്റെ ശരീരത്തിലേക്ക് ആത്മാവ് മടങ്ങി വരുവാൻ ദൈവം അനുവദിച്ചപ്പോൾ തനിക്ക് ലഭിച്ച അനുഭവത്തെപ്പറ്റി കൂടുതലായി ഗ്ലോറിയ വിവരിക്കുന്നത് ഇപ്രകാരമാണ്.
കരിഞ്ഞു കിടക്കുന്ന ശരീരത്തിന്റെ ശിരസ് ഭാഗത്തേക്ക് അവളുടെ ആത്മാവ് കടന്നു വന്നപ്പോൾ ആ ശരീരം അവളെ അതിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്നതായി അനുഭവപ്പെട്ടു. അപ്പോൾ ശക്തമായ വേദനയും അവൾക്കുണ്ടായി. തുടർന്ന് ഡോക്ടർമാർ ശസ്ത്രക്രിയകൾ ആരംഭിച്ചു. ആ സമയം വീണ്ടും അവൾക്ക് ഹൃദയാഘാതം ഉണ്ടാവുകയും തൻ്റെ ആത്മാവ് ശരീരത്തു നിന്ന് പുറത്തു വരികയും ചെയ്തു. ധാരാളം വ്യക്തികളെ അപ്പോൾ അവൾക്ക് ആ മുറിയിൽ കാണുവാൻ സാധിച്ചു. സാധാരണ മനുഷ്യരായി കാണപ്പെട്ട അവരുടെ കണ്ണുകളിലും നോട്ടത്തിലും വെറുപ്പ് നിഴലിച്ചിരുന്നു. വൈദികന്റെ പക്കൽ നിന്നും താൻ അവസാനം സ്വീകരിച്ച കുമ്പസാരം എന്ന കൂദാശയ്ക്ക് ശേഷം ചെയ്ത പാവങ്ങളാണ് അവയെല്ലാം എന്ന് അവൾക്ക് മനസ്സിലായി. തൻ്റെ വ്യക്തിപരമായ പാവങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രതീകങ്ങളായിരുന്ന ആൾരൂപങ്ങളായിരുന്നു അവർ. അവിടെ നിന്നും രക്ഷപ്പെടുവാൻ അവൾ ആഗ്രഹിച്ചു. പ്രകാശം ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നും ഇരുട്ടുള്ള ശൂന്യത നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് അവൾ കടന്നു പോകുവാൻ തുടങ്ങി. പ്രകാശം നിറഞ്ഞിരുന്ന സ്ഥലത്ത് വളരെ അഴകുള്ള ആളുകളെ കാണുവാൻ കഴിഞ്ഞു. അവരുടെ വസ്ത്രങ്ങൾക്ക് സൂര്യന്റെ പ്രഭകൾ പോലെ ശോഭയുള്ളതായിരുന്നു. അവരുടെ മുഖങ്ങൾ വെട്ടിത്തിളങ്ങിയിരുന്നു. അക്കൂട്ടത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അവളുടെ അമ്മയെയും കാണുവാൻ കഴിഞ്ഞു. വെട്ടിത്തിളങ്ങുന്ന വെള്ള വസ്ത്രമായിരുന്നു അവർ ധരിച്ചിരുന്നത്. ജീവിച്ചിരുന്നപ്പോൾ സ്വീകരിച്ചിരുന്ന വിശുദ്ധ കുർബാനകളാണ് ഇതിന് കാരണമെന്ന് അവൾക്ക് വെളിപ്പെടുത്തൽ കിട്ടി. അമ്മയോടൊപ്പം അവിടെ നിൽക്കുവാൻ അവസരം ലഭിക്കാതെ അവൾ ഇരുളിലേക്ക് നീങ്ങുവാൻ തുടങ്ങി. അവിടെ ദുർഗന്ധം നിറഞ്ഞ ജയിലുകൾ പോലെയുള്ള സ്ഥലങ്ങൾ കാണുവാൻ കഴിഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ സുഗന്ധദ്രവ്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം അവൾ ചെലവഴിച്ചതിനെ പറ്റി ഓർമ്മ വന്നു. നാം പാപങ്ങൾ ചെയ്യുമ്പോൾ തീപ്പൊള്ളൽ മൂലം സംഭവിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിൽ മുറിപ്പാടുകൾ സൃഷ്ടിക്കപ്പെടുന്നു. നമ്മൾ പാപം ചെയ്യുമ്പോൾ ആ പാപം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അവൾ പാപാവസ്ഥയിലായിരുന്നുകൊണ്ട് ഒരു മൃഗത്തെ പോലെ ഇരിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. അവളുടെ അമ്മയുടെ അവസ്ഥയും അവളുടെ തന്നെ അവസ്ഥയും അവൾക്ക് വ്യക്തമായി. തന്നിൽ നിലനിന്നിരുന്ന പാപങ്ങൾ തന്നെ നോക്കി പരിഹസിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. കാമാസക്തിക്ക് അടിമപ്പെട്ടവരെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ. അവിടെ നിന്ന് അവൾ ചതുപ്പുനിലം പോലെയുള്ള സ്ഥലത്തെത്തി. അവിടെ ലക്ഷോപലക്ഷം ആളുകൾ പുതഞ്ഞു കിടക്കുന്നതായി കാണപ്പെട്ടു. അവർ ജീവിച്ചിരുന്നപ്പോൾ തങ്ങളുടെ ശരീരത്തെ കാമാസക്തിക്ക് വേണ്ടി തൃപ്തിപ്പെടുത്തുന്നതിനും അത്തരം മേഖലകളിൽ സുഖം തേടിയിരുന്നവരുമായിരുന്നു. 10,000-കണക്കിന് മൈലുകൾ ഇത്തരത്തിലുള്ള ചേറുകൊണ്ട് നിറഞ്ഞ അശുദ്ധമായ ചിന്തകൾ മൂലം പുറത്തേക്ക് ബഹിർഗമിക്കപ്പെട്ട ബീജങ്ങളെയാണ് ഈ ചേറ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധമായ വിവാഹം എന്ന കൂദാശയ്ക്ക് പുറമെ ഉണ്ടായിരുന്ന തെറ്റായ ബന്ധങ്ങളിൽപ്പെട്ട വ്യക്തികൾ അവിടെ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്നതായും കണ്ടു. ഇതിൽ സ്വയംഭോഗികളും ഉൾപ്പെടുന്നു. വിവാഹം എന്ന കൂദാശയിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് വിശുദ്ധമായൊരു ബന്ധമാണ്. അവരുടെ മധ്യത്തിൽ വസിക്കുന്നത് യേശുവാണ്. അതിനു പുറമേ ഉള്ളതൊന്നും ശരിയായ ബന്ധങ്ങളല്ല. ഇത്തരം ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നവർ വളരെയധികം വേദനയും ലജ്ജയും അനുഭവിക്കുന്നതായി ഗ്ലോറിയയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. തൻ്റെ പിതാവ് ആ ചേറിൽ പുതഞ്ഞു കിടന്ന് കരയുന്നതായും കണ്ടു. ഇവിടെ എങ്ങനെ എത്തിച്ചേർന്നു എന്ന് ചോദിച്ചപ്പോൾ പരസ്ത്രീഗമനത്താലാണെന്ന് അദ്ദേഹം അറിയിച്ചു. അവിടെ എത്തുമ്പോൾ മാത്രമേ ദൈവം എത്രയധികം സ്നേഹവാനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതകാലം മുഴുവൻ ദൈവം നമ്മുടെ പുറകെ തന്നെയുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിക്കുവാനായി തന്നെ ക്ഷണിച്ച വൈദികരെയും സിസ്റ്റേഴ്സിനെയും ദൈവം അവൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോഴെല്ലാം അവരെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത കാര്യങ്ങൾ അവളുടെ ഓർമ്മയിൽ വന്നു. നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്ന ചിന്തകളിലായിരിക്കാം നാം വിധിക്കപ്പെടുന്നത്. ജീവന്റെ പുസ്തകം ദൈവം തുറക്കുമ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. നമ്മുടെ സംസാരവും പ്രവൃത്തികളും മൂലം നാം മുറിവേൽപ്പിക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്ത ഓരോരുത്തരെയും നമുക്ക് കാണിച്ചു തരും. ഇത് വളരെയധികം വേദനാജനകമായ ഒരു അവസ്ഥയാണ്. നമ്മുടെ പാപങ്ങൾ ഒരു ചീഞ്ഞ പഴം പോലെയാണ്. അത് യഥാസമയം എടുത്തു മാറ്റിയില്ലെങ്കിൽ അതിനോട് ചേർന്നിരിക്കുന്ന മറ്റു പഴങ്ങളെയും അത് കേടാക്കുവാൻ ഇടയാക്കും. നമ്മുടെ ജീവിതത്തിൽ നാം പാപങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെ കൂടുതലായി നശിപ്പിക്കുന്നത് നമ്മുടെ മക്കളെ തന്നെയാണ്. നമ്മൾ മാരക പാപത്തിൽ വീഴുമ്പോൾ പിശാചുമായി നാം അനുരഞ്ജനപ്പെടുകയും നമ്മുടെ ആത്മാവിന്റെ അവകാശം പിശാചിന് എഴുതി കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ പിശാച് നമ്മെ കൈവശപ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളവരെ കൂട്ടിക്കൊണ്ടു വരുവാൻ അവൻ ആവശ്യപ്പെടുകയും ചെയ്യും. സദാസമയവും വ്യാജം പറയുന്ന ഒരു മാതാവിനും വെറുപ്പിലും വിദ്വേഷത്തിലും മദ്യപാനത്തിലും അവിശ്വസ്തയിലും കഴിയുന്ന ഒരു പിതാവിനും അവരുടെ മക്കൾക്ക് എന്താണ് നൽകുവാനുള്ളത്? അവർക്ക് ദൈവം നൽകിയ പ്രത്യേക കഴിവുകൾ മക്കൾക്ക് പകർന്നു കൊടുത്ത് അവരെ രക്ഷയിലേക്ക് നയിക്കുവാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്.
ഇപ്പോൾ അവരുടെ സഹോദരന്മാർ മദ്യപിക്കുകയും പരസ്ത്രീകളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നത് ചെളിക്കുണ്ടിൽ കിടക്കുന്ന അവളുടെ പിതാവ് കാണുമ്പോൾ തൻ്റെ തന്നെ തെറ്റായ ജീവിതശൈലി മൂലം തൻ്റെ മക്കളെ ഒരു വെള്ളിത്തളികയിലാക്കി പിശാചിന് സമർപ്പിക്കുകയായിരുന്നല്ലോ ചെയ്തതെന്നോർത്ത് വിലപിക്കുന്നു. നിർഭാഗ്യവശാൽ അവളുടെ സഹോദരന്മാർ സഭയുടെ കൂദാശകളിൽ നിന്ന് അകന്നു ജീവിച്ച വ്യക്തികളായിരുന്നു. കൂദാശകളെക്കുറിച്ച്: കൂദാശകളുമായി ചേർന്ന് നിന്ന് ജീവിക്കുന്നവർക്ക് തലമുറകളിലൂടെ കടന്നു വരുന്ന ബന്ധനങ്ങളിൽ തുടർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. പകരം ആ ബന്ധനങ്ങളുടെ ചങ്ങലകൾ ദൈവം പൊട്ടിച്ചു മാറ്റും. ഇതിനു വേണ്ടിയാണ് സഭയിലൂടെയുള്ള കൂദാശകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ അവളുടെ കുടുംബാംഗങ്ങൾ ഇവ സ്വീകരിച്ചിരുന്നില്ല. ഗ്ലോറിയായ്ക്ക് 3 വയസ്സുള്ളപ്പോൾ ഗർഭിണിയായിരുന്ന തൻ്റെ അമ്മയുടെ അടുത്ത് ഒരു ദിവസം പിതാവ് കടന്നു വന്നത് അവൾ ഇപ്രകാരം ഓർക്കുന്നു. പല സ്ഥലങ്ങളിലായി മക്കളെ ഒളിപ്പിച്ച അവർ ഗ്ലോറിയായെ ഒരു മേശയ്ക്കടിയിൽ ഒളിപ്പിച്ചു. മേശ പൂർണ്ണമായും മൂടി ഒരു വിരിപ്പിട്ടിരുന്നതിനാൽ അവളെ അയാൾ ശ്രദ്ധിച്ചില്ല. ഒളിച്ചിരുന്ന സ്ഥലത്തു നിന്ന് ഭയന്ന് പുറത്തു വന്ന അവളുടെ ഇളയ സഹോദരനെ അയാൾ ഉപദ്രവിക്കുകയും അത് തടയാൻ വന്ന അമ്മയെയും അയാൾ കഠിനമായി ഉപദ്രവിച്ചു. മേശയുടെ അടിയിലിരുന്ന് അവൾ ഭയത്തോടുകൂടി ഇവയെല്ലാം വീക്ഷിക്കുകയായിരുന്നു. ഇത് കുട്ടികളുടെ മനസ്സിൽ പാപചിന്തകൾ കൊടുക്കുകയല്ലേ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഇത്തരം മാതാപിതാക്കളുടെ മക്കൾ വളർന്നു വരുമ്പോൾ ഇതേ തെറ്റുകൾ ചെയ്യുന്നു. മക്കൾക്ക് ഇതുപോലെയും ഇതിന് സമാനമായ ദുർമാതൃകകൾ കാണിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ ഇതേപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിവാഹം എന്ന കൂദാശ. വിവാഹം എന്ന കൂദാശയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചും അതിൻ്റെ മൂല്യത്തെക്കുറിച്ചും അവൾ കൂടുതൽ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരസ്ത്രീ അല്ലെങ്കിൽ പരപുരുഷ സംഗമം നടത്തുന്നവർ തെറ്റായ ഇത്തരം പ്രവൃത്തികളെ വളരെ ലഘുവായി കാണുന്നു. വിശ്വാസവഞ്ചനയുടെ ആഴത്തെക്കുറിച്ച് അവൾ ഇങ്ങനെ പറയുന്നു: വിവാഹവേളയിലും ദേവാലയത്തിലെ അൾത്താരയുടെ മുമ്പിൽ നിന്ന് സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്ത പുലർത്താമെന്ന് ഉറപ്പു നൽകുന്ന ആരോടാണ്? ത്രിയേക ദൈവത്തോടല്ലേ? വിവാഹത്തെ ദൈവം അത്യധികമായി സ്നേഹിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അൾത്താര മുമ്പിൽ ദമ്പതികൾ പ്രതിജ്ഞ എടുക്കുമ്പോൾ ദൈവപിതാവ് ഇത് ജീവന്റെ പുസ്തകത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തുന്നു. ദൈവം ഇതിന് സാക്ഷിയാകുന്നു. ഇതിനോടനുബന്ധിച്ച് യേശുവിന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ അവർ ത്രിയേക ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ഉടമ്പടി ലംഘിക്കുമ്പോൾ ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത വിധം വിവാഹ ജീവിതത്തിൽ കൂടി ലഭിച്ച അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഉടമ്പടിയിലൂടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ ദമ്പതിമാരോടൊപ്പം ഈശോയും കൂടി ചേർന്ന് ദമ്പതികളെ തൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അതായത് ഭാര്യയും ഭർത്താവും ഈശോയും അടങ്ങുന്ന 3 പേർക്ക് പകരം ദമ്പതികൾ യേശുവിൻ്റെ തിരുഹൃദയത്തിൽ ഒന്നാകുന്നു. ഇപ്രകാരം ഒന്നായി മാറിയ ദമ്പതികളെ ആർക്ക് വേർപെടുത്താനാവും? ആർക്കും ഒരിക്കലും സാധിക്കുകയില്ല. വിവാഹം എന്ന കൂദാശ പരികർമ്മം ചെയ്യുമ്പോൾ നിർമ്മലയും ചാരിത്രശുദ്ധിയുമുള്ള വധുവാണെങ്കിൽ ധാരാളം കൃപകളും അനുഗ്രഹവുമാണ് ദമ്പതിമാരിലേക്ക് ചൊരിയപ്പെടുന്നത്. ഇതിന് കാരണം അവർ ദൈവവുമായിട്ടാണ് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തൻ്റെ പിതാവ് മാതാവിൻ്റെ കരത്തിൽ വിവാഹമോതിരം അണിയിച്ചപ്പോൾ അവർ ഭാര്യ ഭർത്താക്കന്മാരായി പ്രഖ്യാപിക്കപ്പെടുകയും തൻ്റെ പിതാവിൻ്റെ കയ്യിൽ പ്രഭയേറിയ അധികാരത്തിൻ്റെ ദണ്ട് ദൈവപിതാവ് ഒരു സമ്മാനമായി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അത് ദൈവപിതാവ് ഭർത്താക്കന്മാർക്ക് നൽകുന്ന ഒരു കൃപയാണ്. അത് നൽകപ്പെട്ടിരിക്കുന്നത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഭാര്യയെയും മക്കളെയും നേർവഴിക്ക് നയിക്കുവാനാണ്. വിവാഹബന്ധങ്ങളെ നശിപ്പിക്കുവാനായി തക്കം പാർത്തിരിക്കുന്ന ചെന്നായ്ക്കളുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള കൃപയാണ് ഇവർക്ക് ഇത്തരം അധികാരത്തിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത്. കൂദാശപരമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണ് ഇത് ലഭിക്കുന്നത്. തൻ്റെ അമ്മയുടെ വിവാഹ സമയത്ത് അവരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹമാകുന്ന അഗ്നി പോലൊരു ദൈവിക തേജസ് നൽകപ്പെട്ടു. അമ്മ വളരെ നിർമ്മലയായിരുന്നുകൊണ്ട് ദൈവം അവളിൽ പ്രസാദിച്ചിരുന്നതിനാലാണ് ഇപ്രകാരം ലഭിച്ചത്. അവളുടെ പിതാവിന് 12 വയസ്സുള്ളപ്പോൾ പിതാമഹൻ അദ്ദേഹത്തെ വേശ്യാലയങ്ങളിൽ കൊണ്ടുപോകുമായിരുന്നു. വളരെയധികം ദുരാത്മാക്കൾ ഇതുമൂലം അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ കടന്നുകൂടിയിരുന്നു. തൻ്റെ ദൃഷ്ടിയിൽ അവ പുഴുക്കളെ പോലെ കാണപ്പെട്ടു. ഒരു വ്യക്തി വിവാഹത്തിനു മുമ്പ് മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ലൗകികതയുടെ ദുരാത്മാക്കൾ ജനനേന്ദ്രിയത്തിലൂടെ തങ്ങളുടെ ശരീരമാസകലം വ്യാപിക്കുന്നു. അങ്ങനെ അവരിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഹോർമോണുകളിൽ കൂടി തലച്ചോറ്, ഗ്രേഷ്മഗ്രന്ഥി അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, നാഡീവ്യൂഹങ്ങൾ എന്നിവയിലെല്ലാം ഇത് വ്യാപിക്കുന്നു. ഇവ വഴിയായി ധാരാളം ഹോർമോണുകൾ ഉൽപ്പാദിക്കപ്പെടുകയും അവ വളരെ ഹീനവും നിന്ദ്യവുമായ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള നൈസർഗികമായ പ്രചോദനങ്ങൾ ആ വ്യക്തിക്ക് നൽകുകയും ചെയ്യും.
അങ്ങനെ ദൈവമക്കളെ തങ്ങളുടെ ജനനേന്ദ്രിയത്തിൻ്റെ അടിമകളാക്കുന്നു. ഇപ്രകാരം കിടക്ക പങ്കിടുന്നതിലൂടെ പാവത്തിൽ കിടക്കുന്നവരും ഉണ്ട് അവരുടെ ജീവിതം ആസ്വദിക്കുന്നു. മറിച്ച് വിശുദ്ധിയിലുള്ള ദമ്പതിമാരുടെ മേൽ ഇത്തരം അവസരങ്ങളിൽ ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ ഒഴുക്കുന്നു. ദമ്പതിമാർ തമ്മിലുള്ള പവിത്രതയുള്ള ഒരുമിക്കലിലൂടെ ദൈവനാമം മഹത്വപ്പെടുന്നു. ഇതിൻ്റെ 3-ാം ഭാഗം തുടർന്ന് പിന്നീട് കേൾക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി.